ട്രേഡേഴ്സ്, വെൽക്കം ടു മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ICT ലേണിംഗ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. എന്താണ് IFVG അല്ലെങ്കിൽ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു IFVG വെച്ച് എങ്ങനെ നല്ല ട്രേഡ്സുകൾ എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് FVG എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ട്രേഡ്സിലോട്ട് ഇറങ്ങാം എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറേയധികം ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ FVG ഉപയോഗിച്ച് ട്രേഡ്സുകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് IFVG. അതായത് ഒരു FVG പാളിപ്പോയാൽ, അതായത് ഒരു FVG ബ്രേക്കായി പോയാൽ ദെൻ അവിടെ ഒരു IFVG ഉണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു IFVGയിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ ആണെങ്കിലും SMC ആണെങ്കിലും ICT ആണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചാൽ നമുക്ക് ഒന്നിലധികം കൺഫർമേഷൻസ് കിട്ടും. ദെൻ അങ്ങനെ നമ്മൾ ഒന്നിലധികം കൺഫർമേഷൻസ് എടുക്കുമ്പോൾ പിന്നീട് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് കൺഫർമേഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് കൺഫർമേഷൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അത്രയും നമുക്ക് കൺഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കി നമുക്ക് ട്രേഡ്സിലോട്ട് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഇടം വലം നല്ല രീതിയിൽ നോക്കുക, നല്ല ട്രേഡുകൾ എടുക്കുക, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ ട്രേഡിംഗ് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്യും എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ പാളിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് IFVG എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് IFVGയുടെ കാര്യത്തിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് IFVG എന്നുള്ളത്, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് IFVG ട്രേഡിംഗ് പ്ലാൻ, അതുപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് മോഡൽ ആൻഡ് സൈക്കോളജി ബിഹൈൻഡ് ദം, ദെൻ ഒരു ലൈവ് ട്രേഡ് എക്സാമ്പിളും. ഓക്കെ, അപ്പോൾ FVG എന്താണ്, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു IFVG പഠിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് പറയണം. ഓക്കെ, അതായത് FVG എന്ന് പറയുന്ന ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഓക്കെ, അതായത് ഒരു ക്യാൻഡിൽ, ദെൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാൻഡിൽ അവിടെ നിന്നൊരു ഗ്യാപ്പ് തന്നിട്ട് അടുത്തൊരു നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നു, അത് നമ്മൾ FVG എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇമേജിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാകും. ഓക്കെ, ദെൻ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഒരു ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മോർ ചാൻസ് ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് പമ്പ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ട് മാർക്കറ്റ് ആ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന കാണാം. ഓക്കെ, ഇവിടെ ഈ പ്രീമിയം ഡിസ്കൗണ്ട്, അതുപോലെ തന്നെ കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് 50% നിങ്ങൾ ഫ്ലിപ്പ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു ഫ്ലിപ്പ് ടൂൾ അവിടെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ചിൽ ഒരു ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നമുക്കൊരു ട്രേഡ് കിട്ടും FVGയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പം ഇനി എന്താണ് FVG എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ആൻ ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ്? അതായത് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ദാറ്റ് ഹാസ് ബീൻ ഡിസ്റെസ്പെക്റ്റഡ് എന്ന് വെച്ചാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്റ്റ് ആകാണ്ട് പോകുമ്പോൾ അവിടെ ഒരു IFVG അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാകുന്നു. അതായത് എങ്ങനെ മാർക്കറ്റ് ഒരു FVG റെസ്പെക്റ്റ് ചെയ്യാതെ പോകും? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. ഇനി റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലോ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് നേരെ കുത്തനെ താഴോട്ട് പോകുന്നു. അതാണ് ഈ ഒരു ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി, ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയപ്പോൾ ഇവിടെ ഒരു ഇൻവേഴ്സ്ഡ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു സപ്ലൈ ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് അത് റെസ്പെക്റ്റ് ചെയ്യാണ്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ദെൻ ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാറി. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ചുമ്മാ ഒരു IFVG അല്ലെങ്കിൽ ഒരു FVG ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് ട്രേഡ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നോക്കി ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ട്രേഡുകൾ പാളിപ്പോവും. ഓക്കെ, അപ്പം
നമ്മൾ നോക്കുന്നത് ഇന്ന് എങ്ങനെ നമുക്കൊരു ഇൻവെസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാം എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമേജ് കാണാൻ പറ്റും. ഈ ഒരു ഇമേജിൽ ഇവിടെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് താഴോട്ട് വന്നു. ദെൻ മാർക്കറ്റ് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്ത് താഴോട്ട് പോയേക്കുന്നതും കാണാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ മുകളിലോട്ട് മൂവ് ചെയ്തു പോകുന്ന ഒരു മാർക്കറ്റ്, ഓക്കെ, ഇവിടെ മേലെ വന്നു മുകളിലോട്ട് മൂവ് ചെയ്ത മാർക്കറ്റാണ്. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്ത് വന്നപ്പം ഈ ഒരു റേഞ്ചിൽ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ എന്ന് വിചാരിക്കുക. നമ്മൾ എല്ലാം നോക്കണം. ഒരു ലിക്വിഡിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ലിക്വിഡിറ്റിയിൽ മാസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യവും എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വരുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നിന്ന് താഴോട്ട് വരുന്നതിന് മുമ്പായി മാർക്കറ്റ് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഈ ഒരു റേഞ്ചിലായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് തന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു സ്വിങ്ങിൽ എവിടെ ആയിക്കോട്ടെ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നമ്മളൊരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കും. ഓക്കെ, എന്തിനു വേണ്ടി? മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നീട്ടി വരയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് താഴോട്ട് പോയി. താഴോട്ട് പോയതിന് ശേഷം നമുക്കിവിടെ എന്താ കിട്ടുന്നത്? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടും. ഓക്കെ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടുന്നു. ഓക്കെ, ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് തിരിച്ചു വന്ന് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകുന്നു. അപ്പം ഈ ഒരു റേഞ്ചിലായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇൻവേഴ്സ്ഡ്, ഇതിനെയാണ് നമ്മളൊരു IFVG എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് IFVG എന്ന് പറയുന്നത്? ഓക്കെ, പക്ഷേ ഇവിടെ വന്ന് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ വേറൊരു കാര്യം കൂടി വേണം. ചുമ്മാ മാർക്കറ്റ് ഇവിടെ വന്നൊരു ഇൻവെസ്റ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യത്തില്ല. ഫസ്റ്റ് കാര്യം, മാർക്കറ്റ് ഇവിടുത്തെ ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിരിക്കണം. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തരണം. ഓക്കെ, ദെൻ എന്താണ് വേണ്ടത്? ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഈ ഒരു IFVG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ കൂടുതൽ ചാൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു റേഞ്ചിലൊരു FVG വേണം. ഓക്കെ, അങ്ങനെ ഒരു FVG ഉണ്ടെങ്കിൽ ഈ ഒരു IFVG വർക്കാവാൻ മോർ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ IFVGയെ കാണുക. ഓക്കെ, അതായത് ഈ ഒരു സ്വിങ്ങിലായിട്ട് ഇവിടെ ഒരു FVG ക്രിയേറ്റ് ആയി. ഓക്കെ, ആ ഒരു FVG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ട് പോയി. ദെൻ എന്താണ്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ദെൻ ഇവിടെ എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. ഈ ഒരു റേഞ്ചിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കുക. ദെൻ മാർക്കറ്റ് തിരിച്ചു വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ ടാർഗറ്റായിട്ട് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയ നമ്മൾ വെക്കുന്നു. ഓക്കെ, അപ്പം ബിഗിനർ ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു 1:2 അല്ലെങ്കിൽ 1:1.5 റേഞ്ചൊക്കെ നിങ്ങൾ എടുത്തിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുക. ദെൻ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചസ് നോക്കുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുക. മാർക്കറ്റ് എവിടം വരെ പോകുന്നുണ്ട്, എന്തുകൊണ്ട് അവിടം വരെ പോയി എന്നുള്ള രീതിയിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമ്മൾ ഇതൊരു തിരിച്ചാണെങ്കിൽ നമ്മളൊരു ബൈ സൈഡ് എൻട്രി, ഇതിപ്പോൾ ഒരു സെൽ സൈഡ് എൻട്രിയാണ്. ഓക്കെ, നമ്മളൊരു ബൈ സൈഡ് എൻട്രി നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാനത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതെങ്ങനെയാണ് വർക്കാവുന്നത് എന്നുള്ള കാര്യം ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മളൊരു ബൈ സൈഡും കൂടി നമ്മൾ നോക്കണം. ഓക്കെ, അതായത് ബൈ സൈഡ് നോക്കുകയാണെങ്കിൽ എങ്ങനെ, ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു മാർക്കറ്റ്. ഓക്കെ,
ഇറങ്ങി വന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലായിട്ട് ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക. ഈ ഒരു റേഞ്ചിലായിട്ട് മാർക്കറ്റ് ലിക്വിഡിറ്റിയൊക്കെ എടുത്തു. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണോ ഒക്കെയാണെന്ന് വിചാരിക്കുക. മാർക്കറ്റ് അവിടുന്ന് റെസ്പെക്റ്റ് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു റേഞ്ചിലായിട്ടൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താകും, ഇതൊരു FEG ആയിട്ട് നമ്മൾ വെക്കും. FEG ആയിട്ട് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? FEG ആയിട്ട് വെച്ചാൽ ഇവിടുന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴോട്ട് പോകണം. പക്ഷേ ഒരു IFEGയുടെ കാര്യമാകുമ്പോഴോ മാർക്കറ്റ് ഇവിടുന്ന് റെസ്പെക്റ്റ് ചെയ്യാണ്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടോ. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിലായിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയി എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ക്രിയേറ്റ് ആയാൽ നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് ഇറങ്ങുമ്പം ആ ഒരു ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നമുക്ക് മുകളിലോട്ട് എൻട്രി എടുക്കാം. കൂടെ എന്തും കൂടി വേണം, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൂടി വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു IFEGയിൽ നല്ല ഒരു എൻട്രി എടുക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ എന്ത് പറയുന്നു? FEG എന്നല്ല IFEG എന്നാണ് പറയുന്നത്. അപ്പോൾ FEGയിൽ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ IFEG അതുപോലെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുക, മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, ട്രേഡ് ടെസ്റ്റ് ചെയ്യുക, നോക്കുക. എന്നിട്ട് മതി എൻട്രി. അതാണ് ബെറ്റർ. അപ്പം നമ്മളിത് ലൈവായിട്ട് കാണിച്ച് തരുവാണെങ്കിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. പക്ഷേ ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ചെയ്ത് കയറിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിന് അധികം മൂവ്മെൻറ്റ് കാണത്തില്ല. എന്തുകൊണ്ട് കാണത്തില്ല? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു റേഞ്ച്, ഇവിടെ ഒരു ഈക്വൽ ഹൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ലിക്വിഡിറ്റി എടുത്താൽ എന്താണ് സംഭവിക്കുക? ലിക്വിഡിറ്റി എടുത്താൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റും. നമ്മളിത് നീട്ടി വരയ്ക്കും. അപ്പോൾ അതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, നമ്മൾ നീട്ടി വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുവാണ്. ഇപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ നോക്കുവാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് താഴോട്ടിറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊരു IFEG എൻട്രി ആവും. എങ്ങനെയാവും? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ എന്തുണ്ടായി? ഒരു FEG ഉണ്ടായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു FEG ഇവിടെ ഇപ്പോൾ എന്തായി? IFEG ആയി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലിയറായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തായി? ഒരു IFEG ആയി. അപ്പോൾ IFEG ആയി. നമുക്കിവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു IFEG നിങ്ങൾക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഇവിടെ നിന്ന് മാർക്കറ്റ് വന്ന് ഇവിടെ വന്ന് ഈ ഒരു റേഞ്ചിൽ വന്ന് റെസ്പെക്റ്റ് ചെയ്യണം. ഈ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നോക്കാം. ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് തിരിച്ചു വന്ന് ടാപ്പ് ചെയ്ത്, അപ്പോൾ നമ്മൾ സെറ്റപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇവിടെ നമ്മൾ നീട്ടി വരച്ചേക്കുന്നത്. അല്ലാണ്ട് ഈ ഒരു ഇംബാലൻസ് ഏരിയ അല്ല നമ്മളിവിടെ നീട്ടി വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി കിട്ടുമ്പോൾ അല്ലെങ്കിൽ IFEGയിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ ഇരിക്കണം? ഇതിന് മുകളിലായിട്ടിരിക്കണം. അല്ലാണ്ട് ഇതിന് മുകളിലായിട്ട് വെക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ FEGയിലെ ക്ലാസ്സിൽ നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെക്കുന്നു. നമുക്കിവിടെ മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ തന്നെ വെക്കാം. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു.
മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു റിജക്ഷൻ കിട്ടി. ദെൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു റെഡ് ക്യാൻഡിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ ഒരു എൻട്രി പുഷ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിട്ട് വെക്കുന്നത് ഈ ഒരു ബ്ലോക്കിന് മുകളിലായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് എങ്ങനെ ഒരു IFVG എങ്ങനെ വർക്കായേക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റേഞ്ചിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ എടുക്കുക. നമ്മളെ സെറ്റപ്പ് പക്കാ ക്ലിയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഈ IFVG ഉണ്ടാകുമ്പോൾ ഈ ഒരു ബ്ലോക്കിന് മുകളിലോട്ട് പിന്നെ മാർക്കറ്റ് പോകത്തില്ല. പോയാൽ പിന്നെ അത് കൺസെപ്റ്റ് വേറെ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങളെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹെവിയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ എൻട്രി എടുക്കാൻ പറ്റും IFVGയുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് IFVG എന്നുള്ള കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ തിരിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എൻട്രി സെറ്റായത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ദെൻ ഇവിടെ ഒരു IFVG ഈ ഒരു റേഞ്ചിൽ ഒരു FVG മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് താഴോട്ട് വന്നു. ദെൻ ഇതൊരു IFVG ആയിട്ട് മാറി. മാർക്കറ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ദെൻ ബുള്ളിഷ് FVGയുടെ കാര്യം പറയുകയാണെങ്കിലോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാണ്ട് മുകളിലോട്ട് പോയി. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, ഈ ഒരു റേഞ്ചിലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ദെൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു മുകളിലോട്ട് പോയി. ബിയറിഷ് IFVGയുടെ കാര്യം പറയുകയാണെങ്കിലോ ഇവിടെ മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി. ദെൻ മാർക്കറ്റ് മുകളിലോട്ട് പോയി. ദെൻ റെസ്പെക്റ്റ് ചെയ്യാണ്ട് മാർക്കറ്റ് താഴോട്ട് വന്ന് ഇവിടെ നിങ്ങൾക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഈ ഒരു FVG നമ്മൾ നീട്ടി വരച്ച് ഇവിടെ വന്നപ്പോൾ ഇത് IFVG ആയിട്ട് മാറി. ദെൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു താഴോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ എൻട്രി പുഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം വീണ്ടും. അപ്പം താങ്ക് യു.